കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ തുടരുകയാണ്. രാത്രി 12 വരെയാണ് ഹർത്താൽ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഹാർബറുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. നമുക്ക് രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ഒപ്പം കൊല്ലത്ത് നിന്ന് കണ്ണൻ നായരും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം രഘുനാഥിലേക്കാണ്. രഘു, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ വലിയ തോതിൽ തന്നെ ഖനനം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം ഈ വിവിധ തീരമേഖലകളിൽ ഈ ഖനനം നടക്കുന്നത് വഴി മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കും എന്ന് മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സജീവമായി ഈ ഹർത്താലിൽ എല്ലാവരും പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാവുന്നു. ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? മോത്തി, ആദ്യഘട്ടത്തിൽ വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള തീരമേഖലയിലാണ് ഖനനം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് തീരം. പ്രത്യേകിച്ച് കൊല്ലം മുതൽ ഇങ്ങ് അമ്പലപ്പുഴ വരെ വലിയ കരിമണൽ ശേഖരമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ കരിമണൽ ഖനനത്തിനെതിരായി തന്നെയുള്ള സമരം നടക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ ആശങ്ക തീരം വല്ലാണ്ട് രീതിയിൽ മെലിഞ്ഞു പോയിരിക്കുന്നു. എല്ലാ മഴക്കാലത്തും ഒരു വീടെങ്കിലും വെച്ച് കടലിലേക്ക് പോകുന്നത്, അതായത് നിരനിരയെ കടലിൽ നിന്നുള്ള റോഡിലേക്കുള്ള അല്ലെങ്കിൽ കടൽ കയറി വരുന്നതിൻ്റെ ആഘാതം കൂടുന്നു എന്നുള്ളൊരു പരാതി, പരിഭവം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലിയ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ കടൽ ഖനനം കൂടി വരുന്നത്. അത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ രാവിലെ പോയത് തോട്ടപ്പള്ളി ഹാർബറിലായിരുന്നു. സമാനമായ രീതിയിൽ ചെത്തി, വലിയഴീക്കൽ അടക്കമുള്ള ഹാർബറുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഒരു വള്ളം പോലും മീനുമായി വരുന്നില്ല. പ്രത്യേകിച്ച് വലിയ വള്ളങ്ങൾ, ആഴ്ചകൾക്ക് മുൻപ് മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങൾ പോലും ഇന്ന് തീരത്ത് എത്തിയിട്ടില്ല. പൂർണ്ണ അർത്ഥത്തിൽ കടൽ തീരം ഹർത്താലിനോട് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരി, കണ്ണൻ നായർ കൂടി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. കണ്ണൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും കൂടുതൽ ഖനനത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊല്ലമാണ്. ആദ്യഘട്ടത്തിൽ ഒരു നിശ്ചിത മേഖലയിൽ വർക്കല മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗത്താണ് ഈ ഖനനം നടക്കുന്നത്. അപ്പോൾ തന്നെ കൊല്ലമാണ് ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സ്ഥലമെന്ന് തോന്നുന്നു. ഖനനത്തിനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീരദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളത്? മോത്തി, ഹർത്താൽ പൂർണ്ണമാണ്. തീരദേശത്ത് ഹാർബറുകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ശക്തികുളങ്ങര ഹാർബറിലാണ്. സാധാരണ ഈ സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ബന്ധന ബോട്ടുകൾ വന്ന് ഈ മത്സ്യം പുറത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ സമയത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, യാതൊരു തരത്തിലുള്ള ഒരു ചെറു വള്ളം പോലും ഈ ഹാർബറിലേക്ക് എത്തുന്നില്ല. നേരെ എതിർഭാഗത്ത് കാണുന്നത് നീണ്ടകര ഹാർബറാണ്. അവിടെയും വള്ളങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം ഖനനം നടക്കാൻ സാധ്യതയുള്ള, ഖനനത്തിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് കൊയിലോൺ ബാങ്ക് അല്ലെങ്കിൽ കൊല്ലംപാരി എന്ന് പറയുന്ന പ്രദേശമാണ്. പരമ്പരാഗതമായിട്ട് നമ്മുടെ മത്സ്യങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ആ മത്സ്യത്തിൻ്റെ പ്രജനന സാഹചര്യമൊക്കെ ഇല്ലാതാകും. ഈ ചെളി മാറ്റുന്ന സമയത്ത് വലിയ രീതിയിൽ വിഷവാതകങ്ങളൊക്കെ തന്നെ ഉയർന്നു വരാനും അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാകാൻ സാധ്യതയുണ്ടെന്നുള്ള ആശങ്കയാണ്. കാര്യം നിങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കടൽ സമരമായാലും അല്ലാത്തവരുള്ള സമരങ്ങളായാലും ഇതിലേക്ക് പോയത്. എന്താ പ്രധാനപ്പെട്ട ഒരു ആശങ്ക? പ്രധാനപ്പെട്ട ആശങ്ക എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമൃദ്ധമായി മത്സ്യം ലഭിക്കുന്ന ഒരു ബാങ്കാണ് കൊല്ലം ഫിഷിംഗ് ബാങ്ക്. ഇവിടെ ലഭിക്കാത്തത് ഒരുതരം മത്സ്യം നമ്മൾ കടലില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ കരിക്കാടി ചെമ്മീൻ ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ ബൈഗ് ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ അങ്ങനെ മറ്റ് കടലുകളിൽ ലഭിക്കാത്ത തരത്തിലുള്ള മത്സ്യങ്ങൾ, വെറൈറ്റി മത്സ്യങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ്. ഈ ബാങ്കിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത് വന്ന് കുത്തിപ്പൊളിക്കുക എന്ന് പറയുന്നത് ഇതിനെന്തോ ഒരു ഗൂഢലക്ഷ്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇത് വെള്ളമണൽ ഖനനം ചെയ്തെടുക്കാനല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. കാരണം ഇവിടെ ഈ ധാതുക്കളുടെ ഒരു സമ്പന്നമായ ഒരു പ്രദേശമായതുകൊണ്ട് ഈ ധാതുക്കളും കൂടി ഇതിനകത്തുനിന്ന് ഖനനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമത്തിൽ തന്നെ അങ്ങനെ പറയുന്നു. ഈ വെള്ളമണൽ ഖനനം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ധാതുക്കൾ വരികയാണെങ്കിൽ ഒരു ചെറിയ ഫീസ് അടച്ചുകൊണ്ട് അവർക്ക് അത് സ്വന്തമാക്കാവുന്ന രീതിയിലാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കരിമണൽ ഖനനമാണ് ലക്ഷ്യം. അപ്പോൾ കരിമണൽ ഖനനം തന്നെയാണ് ലക്ഷ്യം. അത് അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന, ഇത്രയും കൂടുതൽ യാനങ്ങൾ പണിയെടുക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ കൃത്യമായി ഈ മത്സ്യബന്ധന മേഖലയിൽ തന്നെ വന്ന് ഇങ്ങനെ ഒരു ഖനനം നടത്തേണ്ടത് ആവശ്യമില്ലല്ലോ. 2014 നമ്മൾ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു സമരം കണ്ടത് മീനാകുമാരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം ഇതൊരു വലിയ സമരത്തിലേക്ക് പോകുന്നു. ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ അന്ന് കേരളത്തിലെ മത്സ്യബന്ധന മേഖല ഒന്നടങ്കം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്താണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആ നിയമത്തെ പരാജയപ്പെടുത്തുക. അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടിയാണ് ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തെ കാണുന്നത്. കാരണം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഇവിടെ ഞങ്ങൾ തോറ്റുപോയാൽ പിന്നെ മത്സ്യത്തൊഴിലാളി സമൂഹം ഇല്ല. അതുകൊണ്ട് ഇതിനെ ഏതറ്റം വരെയും ഞങ്ങൾ ശക്തമായി എതിർക്കും. കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടിച്ചുകൊണ്ട് അവരുടെ തൊഴിലിടത്ത് കയറി ഇത്തരത്തിലുള്ള ഖനനം നടത്തിയാൽ ഞങ്ങളുടെ ഈ തൊഴിലിടം മരുപ്പുറം
ക്യാമ്പായി മാറും. അവിടെ മത്സ്യം ഉണ്ടാകില്ല, മത്സ്യം ലഭിക്കത്തില്ല. ഞങ്ങളുണ്ടാക്കിയ ബോട്ടുകളായാലും വള്ളങ്ങളായാലും ഈ തൊഴിലവസരങ്ങളെല്ലാം ഇതെല്ലാം ഇവിടെ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. അതിൻ്റെ ആശങ്ക ഞങ്ങളെ കേരളത്തിലെ മത്സ്യബന്ധന സമൂഹത്തെ വളരെയധികം ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി തന്നെ ഈ സമരത്തെ നേരിടും. ശരി, അതായത് മത്സ്യബന്ധന ശരി കണ്ണൻ. ഏതായാലും വളരെ ശക്തമായ പ്രതിഷേധവുമായി തീരദേശത്തുള്ളവരൊക്കെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഒരുക്കം. അവർ സമരത്തിലാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സജീവമാണ്, ഹർത്താൽ പൂർണ്ണമാണ് ഈ മേഖലകളിൽ. ഇനി കോഴിക്കോട് നിന്നുകൂടിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. രാഹുൽ കെ വിവരങ്ങൾ വായിച്ചിരുന്നു. രാഹുൽ, അവിടെ എങ്ങനെയാണ് ഹർത്താലിന്റെ അവസ്ഥ? മത്സ്യബന്ധന മേഖലയും പൂർണ്ണമായും ഹർത്താലിനോട് യോജിച്ചു നിൽക്കുകയാണ്. ബേപ്പൂർ ഹാർബറിലാണ്, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഹാർബറാണ്. 500ഓളം ബോട്ടുകളുണ്ട്. ബോട്ടുകളും വള്ളങ്ങളും എല്ലാം അർദ്ധരാത്രിയോടുകൂടി തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ആഴ്ചകളായി ആഴക്കടലിൽ മത്സ്യബന്ധനത്തിനായി പോയ ചില ബോട്ടുകൾ മാത്രമാണ് ഇപ്പോഴും കടലിലുള്ളത് എന്നതാണ്. ഒപ്പം തന്നെ മാർക്കറ്റും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. അതായത് ഈ കടൽമണൽ ഖനനത്തിനെതിരായ പ്രതിഷേധത്തോട് പൂർണ്ണമായും യോജിച്ചു നിൽക്കുകയാണ് ബേപ്പൂരിലെയും കോഴിക്കോട് ജില്ലയിലെ മറ്റ് ഹാർബറുകളിലെയും തൊഴിലാളികൾ. കേന്ദ്രത്തെ അനുകൂലിക്കുന്ന തൊഴിലാളികളുണ്ട്, പക്ഷെ അവർ പോലും ഈ പ്രതിഷേധവുമായി യോജിച്ചു നിൽക്കുന്നു എന്നതാണ്. നമ്മോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ ഒക്കെ ചേരുന്നുണ്ട്. ആരും തന്നെ കടലിലേക്ക് പോയിട്ടില്ല. മുഴുവനായി ഹർത്താലാണ് അല്ലേ? മുഴുവനായിട്ട് ഹർത്താൽ കേരളത്തിനും ഓൾ കേരള. കേന്ദ്ര സർക്കാരിന് കേരള സർക്കാരിന്റെ മൗനത്തോടു കൂടിയാണ് ഇപ്പോൾ കരിമണൽ ഖനനം നടക്കാൻ പോകുന്നത്. കേരള സർക്കാർ കേന്ദ്രത്തിനെ കുറ്റം പറയാതെ കേരള സർക്കാരിന്റെ മൗനാനുവാദമുണ്ട്. ശരി, രണ്ടുപേരും യോജിച്ചുകൊണ്ടാണ്. ഇനിയൊന്നും വെക്കുക. കേന്ദ്ര സർക്കാർ എല്ലാം വിറ്റ് തൊലച്ചപ്പോൾ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി നെഞ്ഞത്തോട്ടാണ് വന്നത്. ഇപ്പൊ നമ്മളെങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത്? നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പണിയെടുക്കുന്ന സ്ഥലത്താണ് ഈ മണ്ണെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവെ ഇപ്പോൾ തന്നെ നമുക്ക് കേച്ചിങ് മോശമാണ്. ഇപ്പോൾ ഈ മണൽ ഖനനം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കണ്ടില്ലേ ബോട്ടൊക്കെ ഇപ്പോൾ കെട്ടിൽ കിടക്കുന്നു. അപ്പം ഈ മണൽ ഖനനം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി പണിക്ക് പോകാത്ത നല്ലത്. ഇതൊക്കെ എത്ര വർഷമായിട്ട് മേഖലയുണ്ട്? ഞാൻ 39 വർഷമായിട്ട്. 39 വർഷം ഇങ്ങനെ മത്സ്യ ലഭ്യത കുറഞ്ഞു വരികയാണോ? തീർച്ചയായിട്ടും. അതിനൊപ്പം ഈ ഖനനം കൂടി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ഇല്ലാതാകുന്നതാണല്ലേ? ഇല്ലാതാവും. ഈ മേഖല നശിച്ചുകൊണ്ടിരിക്കും. ഈ മേഖല ഇതൊന്നും പഠിക്കാതെയാണോ ഈ വിധത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത്? ഒരെന്ത് പഠനം നടത്തുന്ന കുറച്ച് ആളുകൾ തീരുമാനിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു ചെയ്യുന്നത്. ഇത്രയൊക്കെ തന്നെയല്ല. അതെന്ത് പഠിക്കണം? മത്സ്യത്തൊഴിലാളിനെ പറ്റിയിട്ട് ഇവിടെ എന്താ പഠിച്ചത്? വള്ളക്കടിക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് സർക്കാരുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആവശ്യങ്ങൾ പലതുണ്ട്, പക്ഷെ അതൊന്നും പരിഗണിക്കാത്ത സർക്കാരുകൾ വിധത്തിൽ അവരുടെ ഉപജീവന ഭീഷണിയാകുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നുള്ള നിരാശയാണ്, അതിനുള്ള പ്രതിഷേധമാണ്. പൂർണ്ണമായും ഹർത്താലിനോട് യോജിച്ചു നിൽക്കുകയാണ്. മലബാറിലെ മേഖലയും മത്സ്യബന്ധനമില്ല, ഒപ്പം തന്നെ മാർക്കറ്റുകളും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്.